ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് തുടരുന്നു. തങ്ങൾക്കെതിരായ സൈനിക നടപടി തടയണമെന്ന് സിറിയ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിലെ സിറിയൻ നയതന്ത്ര പ്രതിനിധി ജനറൽ സെക്രട്ടറി ബാൻ കി മൂൺ അയച്ച കത്തിലാണിത്. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയ്ക്ക് മാത്രമേ സിറിയയുടെ കുറ്റകൃത്യങ്ങൾ തടയാനാവൂ എന്ന് അറബ് ലീഗ് ജനറൽ സെക്രട്ടറി നബീൽ അൽ അറബി പറഞ്ഞു. സൈനിക നടപടി എല്ലാറ്റിനും ഒരു പരിഹാരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയക്കെതിരെ ഏതു സമയത്തും സൈനികാക്രമണം നടത്താൻ അമേരിക്ക തയ്യാറാണെന്ന് പ്രസിഡന്റ് ബറാക് ഒബാമ അറിയിച്ചിരുന്നു. എന്നാൽ സിറിയക്കെതിരെയുള്ള ഏത് വൈദേശികാക്രമണത്തെയും നേരിടാൻ പ്രാപ്തിയുണ്ടെന്നായിരുന്നു ഇന്നലെ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ പ്രതികരണം. അതിനിടെയാണ് തങ്ങൾക്കെതിരെയുള്ള സൈനിക നടപടി തടയണമെന്ന് സിറിയ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയിലെ സിറിയൻ നയതന്ത്ര പ്രതിനിധി ബഷാർ ജാഫരി ജനറൽ സെക്രട്ടറി ബാൻ കി മൂണിന് അയച്ച കത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് UN സെക്യൂരിറ്റി കൌൺസിൽ പ്രസിഡന്റ് മരിയ ക്രിസ്റ്റിനിക്കും അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട്. സിറിയക്കുമേലുണ്ടായേക്കാവുന്ന സൈനിക നടപടി ചെറുക്കണമെന്നും സിറിയയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നയപരമായ ഒരു മാർഗം കാണണമെന്നും ഐക്യരാഷ്ട്രസഭയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടി ഒരു പരിഹാരമല്ലെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയ്ക്ക് പ്രശ്നത്തിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരം ഐക്യരാഷ്ട്രസഭയ്ക്കാണെന്നും അറബ് ലീഗ് ജനറൽ സെക്രട്ടറി നബീൽ അൽ അറബി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ശക്തമായി ഇടപെട്ടാൽ മാത്രമേ സിറിയയിലെ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. വിശദാംശങ്ങളുമായി MC നാസർ ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി ദുബായിൽ നിന്ന്. MC നാസർ, ഇന്ന് അറബ് ലീഗിന്റെ തീരുമാനങ്ങൾ പുറത്തു വന്നതോടെ കൂടുതൽ ലഘുവാവുകയാണോ, സംഘർഷം കൂടുതൽ ലഘുവാവുകയാണോ പശ്ചിമേഷ്യയിൽ? അജിത്, തീർച്ചയായും ഇന്നലെ വരെ ഏറെക്കുറെ വലിയ തോതിലുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. അത് ഗൾഫ് മേഖലയിലെ ഓഹരി വിപണികളിൽ വളരെ കൃത്യമായി തന്നെ പ്രകടമായിരുന്നു. ദുബൈ ഓഹരി വിപണിയും അതോടൊപ്പം തന്നെ അബുദാബി ഓഹരി വിപണിയും ഒക്കെ ചെറിയ തോതിലുള്ള ഒരു നിമ്നോന്നതിയായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷെ അതിൽ ഒരു മാറ്റം വരികയും ഇപ്പോൾ ഏറെക്കുറെ അടുത്ത ഈ മാസം 9 നടക്കുന്ന അമേരിക്കൻ കോൺഗ്രസിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ സിറിയക്ക് നേരെ ഒരു യുദ്ധം ഉണ്ടാവൂ എന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഗൾഫ് മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് UN-ന്റെ നേതൃത്വത്തിലുള്ള ഒരു തീരുമാനമായിരിക്കണം സിറിയക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ട് അതിനൊരു ആധികാരികമായിട്ട് കാണാൻ എന്ന ഒരു നിലപാടാണ് അറബ് ലീഗ് ഇന്നലെ രാത്രിയോടുകൂടി അവർ എടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ US നടത്തുന്ന ആക്രമണത്തെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കണം എന്ന ഒരു നിലപാടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് UN-ന്റെ രക്ഷാകർത്തൃത്വത്തിൽ അല്ലെങ്കിൽ UN രക്ഷാസമിതിയുടെ ഒരു തീരുമാനം വരികയാണെങ്കിൽ ആ തീരുമാനത്തിനനുസരിച്ച് മാത്രം ഇത്തരം ഒരു ആക്രമണം സിറിയക്ക് നേരെ ബഷാർ അൽ അസദ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ആവശ്യമുള്ളൂ എന്ന ഒരു നിലപാടിലേക്ക് അറബ് ലീഗ് എത്തിയിട്ടുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് നേരത്തെ അമേരിക്ക ആക്രമണം നടത്തിയാൽ പോലും അതിനെ പിന്തുണയ്ക്കണം എന്നതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ട് UN-ന്റെ ഒരു ആധികാരിക സ്വഭാവത്തിലുള്ള ഒരു സൈനിക നീക്കം മാത്രമേ അംഗീകരിക്കൂ എന്ന നിലപാടിലേക്ക് അറബ് ലീഗ് എത്തിയതും എനിക്ക് തോന്നുന്നു മേഖലയിൽ വലിയ ഒരു പ്രതീക്ഷയാണ് വൈകിയാണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത്. നാസർ, അറബ് ലീഗ് അധ്യക്ഷൻ പറഞ്ഞത് ഈ അറബ് ലീഗ് അംഗരാജ്യങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്, പക്ഷേ അവരെല്ലാം വിദേശ ഇടപെടൽ സിറിയയിൽ ഉണ്ടാവുന്നതിനെ എതിർക്കുന്നു, ഐകകണ്ഠേന എതിർക്കുന്നു എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഭിന്നതകൾക്കിടയിൽ ഒരു ഐക്യരേഖ രൂപം കൊള്ളുകയാണോ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ? തീർച്ചയായിട്ടും അജിൻസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ചിലത് ഏത് അർത്ഥത്തിലും അമേരിക്ക നടത്തുന്ന ഇത്തരം സൈനിക നടപടിയെ തങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കണം എന്ന നിലപാടായിരുന്നു. ഇന്നലെ കൈറോയിൽ ചേർന്ന യോഗത്തിലും ഇത്തരം രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം സരീൻ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ തോതിലുള്ള കൂട്ടനശീകരണ ആയുധം, രാസായുധം ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടത്തെ, അതും സ്വന്തം ജനതയെ അരുങ്കൊല ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ ഇനിയും തുടരാൻ അനുവദിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ബഷാർ അൽ അസദ് ഗവൺമെന്റിനെ തുരത്താനുള്ള ഏതൊരു നടപടിയും അത് സാധൂകരിക്കപ്പെടും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അറബ് ലീഗിനുള്ളിൽ മറ്റൊരു വിഭാഗം വളരെ സജീവമായിട്ട് രംഗത്ത് വരികയും ഇങ്ങനെ ഏതെങ്കിലും അറബ് ഐഡന്റിറ്റി അല്ലെങ്കിൽ അറബ് തത്വത്തെ തകർക്കാനുള്ള സൈനികമായിട്ടുള്ള നീക്കം, അതും പ്രത്യേകിച്ച് ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭദ്രത തകർക്കുമാറ് പടിഞ്ഞാറൻ അധിനിവേശം വരുന്നതിനെ ഇറാഖും മറ്റുമൊക്കെയാണ് ഈ രാജ്യങ്ങൾ ഉദാഹരണമായിട്ട് മുന്നോട്ട് കാണിച്ചിരുന്നത്. പല കാരണങ്ങൾ പറഞ്ഞാൽ പോലും ഇതിന്റെ വിപത്ത് ഉൾക്കൊള്ളേണ്ടി വരിക അറബ് ലോകം ഒന്നാകെയാണ്. അതുകൊണ്ട് ഒരു ഐക്യത്തോടു കൂടി മുന്നേറേണ്ട, കൃത്യമായിട്ടുള്ള നിലപാടെടുക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് അവർ വ്യക്തമാക്കുകയും ഒടുവിൽ അതിനാണ് പിന്തുണ ലഭിച്ചത്. അതുകൊണ്ടാണ് അറബ് ലീഗ് ഈ അർത്ഥത്തിലുള്ള കുറെ കൂടി വികസിച്ച
യോജിച്ച സ്വഭാവത്തിലേക്കും അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സിറിയൻ ജനതയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയും അതോടൊപ്പം അന്തർദേശീയ സമൂഹം എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും അത് UN-ന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്ന കുറെ കൂടി വിവേകപൂർണവും പ്രായോഗികവും മൂർത്തവുമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഒടുവിൽ അറബ് ലീഗ് എത്തിപ്പെട്ടത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. വിവരങ്ങൾ നൽകിയത് MC നാസർ, ഞങ്ങളുടെ പ്രതിനിധി ദുബായിൽ നിന്ന്. സിറിയ പോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള തങ്ങളുടെ വിമാന സർവീസുകളിൽ കുറവ് വരുത്തുമെന്ന് സൗദി എയർലൈൻസ് പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള അൽ അജ്ഹർ പറഞ്ഞു. ഇത്തരം രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ഈ വിമാനങ്ങളെ കൂടുതൽ അനിവാര്യമായ മറ്റ് രാജ്യങ്ങളിലേക്ക് റീഷെഡ്യൂൾ ചെയ്യും. സൗദി എയർലൈൻസ് സ്വകാര്യവൽക്കരണം 5 വർഷത്തിനകം പൂർത്തിയാക്കും. കൂടുതൽ ദേശീയ അന്തർദേശീയ സർവീസുകൾ നടത്താൻ ആവശ്യമായ പുതിയ വിമാനങ്ങൾ ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി ലോകത്തിലെ ഏറ്റവും മികച്ചതും ആധുനിക സൗകര്യങ്ങളും ഉള്ള ബോയിങ് 777-300 ER വിമാനം ഇന്ന് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറബ് മേഖലയിലെ മനുഷ്യാവകാശ സംരക്ഷണ രംഗത്ത് വൻ വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ അറബ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് ബഹ്റൈനിൽ സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിന് അംഗീകാരം. കൈറോയിൽ ചേർന്ന അറബ് ലീഗ് സമ്മേളനം ഇതിന് അംഗീകാരം നൽകി. ഇതോടെ അറബ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് ബഹ്റൈനിൽ സ്ഥാപിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. അറബ് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് ബഹ്റൈനിൽ സ്ഥാപിക്കണമെന്ന് ബഹ്റൈൻ മുൻകൈയെടുത്ത് സമർപ്പിച്ച നിർദ്ദേശത്തിന് കൈറോയിൽ ചേർന്ന അറബ് ലീഗ് സമ്മേളനമാണ് അംഗീകാരം നൽകിയത്. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയാണ് 2011 നവംബറിൽ കോർട്ട് സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി കരട് രൂപം തയ്യാറാക്കാനുള്ള ചർച്ചകൾ ബഹ്റൈനിൽ ഈയിടെ നടന്ന മനാമ കോൺഫറൻസിൽ വെച്ച് നടന്നിരുന്നു. കോൺഫറൻസിലെ നിർദ്ദേശങ്ങൾ സമാഹരിച്ച് അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങുകയാണുണ്ടായത്. മനുഷ്യാവകാശ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖർ ഈ തീരുമാനത്തെ അഭിനന്ദിച്ചു. അറബ് ലോകത്തെ മനുഷ്യാവകാശ സംരക്ഷണ രംഗത്ത് ഈ തീരുമാനം നാഴികക്കല്ലാകുമെന്നും ഒട്ടനവധി ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. മനുഷ്യാവകാശ സംരക്ഷണ രംഗത്തെ അറബ് ഏകോപനം ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടിലൂടെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. അറബ് ലീഗിലെ കുവൈത്ത് അംബാസഡറായി അസീസ് അൽ ദിഹാനി ചുമതലയേറ്റു. കൈറോയിൽ അറബ് ലീഗ് അധ്യക്ഷൻ നബീൽ അൽ അറബിയുടെ മുൻപാകെ ചുമതലയേറ്റ ദിഹാനി അറബ് ലീഗുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രസ്താവിച്ചു. നവംബറിൽ കുവൈത്തിൽ നടക്കാനിരിക്കുന്ന ആഫ്രോ അറബ് ഉച്ചകോടി മികവുറ്റതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 17ാമത് GCC മാധ്യമ ഉച്ചകോടിക്ക് നാളെ കുവൈത്ത് വേദിയാകും. 6 ഗൾഫ് രാഷ്ട്രങ്ങളിലെയും ഔദ്യോഗിക വാർത്താ ഏജൻസികൾ അടങ്ങുന്ന GCC നാഷണൽ ന്യൂസ് ഏജൻസീസാണ് ഉച്ചകോടിയുടെ സംഘാടകർ. ഒമാൻ ന്യൂസ് ഏജൻസി, എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി എന്നിവയാണ് ഇപ്പോഴുള്ളത്. GCCയിലെ ന്യൂസ് ഏജൻസികൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, വിവരങ്ങളും വാർത്തകളും കൈമാറുന്നതിനുള്ള സംവിധാനം ആധുനികവൽക്കരിക്കുക തുടങ്ങിയവയാണ് ഉച്ചകോടിക്ക് മുൻപിലുള്ള പ്രധാന വിഷയങ്ങൾ. ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള മന്ത്രി വീരപ്പ മൊയ്ലിയുടെ നിർദ്ദേശത്തിന് ലോക്സഭയിൽ പിന്തുണ. രൂപയുടെ മൂല്യത്തകർച്ചയും പെട്രോളിന്റെ വില വർധനയും തടയാൻ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ എണ്ണവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കം പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളത്തിനിടയാക്കിയിരുന്നു. എണ്ണമേഖലയിൽ 1,32,000 കോടി രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കുന്നതിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും ബങ്കുകൾ രാത്രി സമയം അടച്ചിടാനും ഇറക്കുമതി നയം തിരുത്താനും നിർദ്ദേശിച്ച് പെട്രോളിയം മന്ത്രാലയം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതാണ് സഭയിൽ ബഹളത്തിനിടയാക്കിയത്. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാമെന്ന് പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലി ലോക്സഭയിൽ ഇന്നലെ നിർദ്ദേശം വെച്ചു. ഇതിന് വലിയ പിന്തുണയാണ് സഭയിൽ ലഭിച്ചത്. അമേരിക്കൻ എതിർപ്പിനെ മറികടന്ന് ഇറാനുമായുള്ള എണ്ണ വ്യാപാരം പുനഃസ്ഥാപിക്കണമെന്ന് CPI നേതാവ് ഗുരുദാസ് ദാസ് ഗുപ്തയും ആവശ്യപ്പെട്ടു. Government should try to bring oil from Iran. They are not being able to do it because of the pressure given by the American government. They should withstand the opposition and take oil from there and tide over the crisis. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഡോളറിലാണെങ്കിൽ ഇറാനിൽ നിന്നുള്ള എണ്ണ വ്യാപാരം രൂപയിലാണ് നടക്കുന്നത്. തുർക്കിയിലെയും സിംഗപ്പൂരിലെയും 2 ബാങ്കുകൾ വഴി ഇറാനുമായി നടന്നുവന്ന ഇടപാട് 26% കഴിഞ്ഞ വർഷം ഇന്ത്യ വെട്ടിക്കുറച്ചിരുന്നു. ഈ ഇടപാട് പൂർവ്വസ്ഥിതിയിലായാൽ ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് 57,000 കോടി രൂപ ലാഭിക്കാനാകുമെന്നാണ് മൊയ്ലി ചൂണ്ടിക്കാട്ടിയത്. സിറിയയിൽ US ആക്രമണം ഉണ്ടായാൽ പെട്രോളിന് ഇനിയും വില ഉയരാനാണ് സാധ്യത. ഇതോടെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മീഡിയ 1, ഡൽഹി. ബഹ്റൈനിൽ പ്രതിപക്ഷ കക്ഷികളുമായി നടത്തുന്ന ദേശീയ സംവാദത്തിന് മികച്ച തുടക്കം. ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ച വിവിധ പോയിന്റുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിപ്പാണ് പ്രകടിപ്പിച്ചതെന്ന് നാഷണൽ അൽ ഫാത്തിഹ് അലയൻസ് അംഗം അബ്ദുള്ള അൽ ഹുവൈഹി വ്യക്തമാക്കി.
വിദേശികളുടെ പേരിൽ കുടുംബവിസയിലുള്ള പെൺമക്കൾ തൊഴിലിൽ ഏർപ്പെടുന്നത് വിലക്കിയ സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് കാരണം നിരവധി അധ്യാപകമാർ സ്കൂളിലെത്താതെ വിട്ടുനിൽക്കുന്നതായി റിപ്പോർട്ടുണ്ട്. വിദേശികളുടെ പേരിൽ കുടുംബവിസയിലുള്ള പെൺമക്കൾ തൊഴിലിലേർപ്പെടുന്നത് വിലക്കിയ സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് കാരണം നിരവധി അധ്യാപികമാർ സ്കൂളിലെത്താതെ വിട്ടുനിൽക്കുന്നതായി സൗദിയിലെ പ്രാദേശിക പത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. സൗദിയിൽ വേനലവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോഴാണ് അധികാരികളുടെ റെയ്ഡ് ഭയന്ന് അധ്യാപികമാർ ജോലിക്കെത്താതിരുന്നത്. സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന കുടുംബിനികളും മറ്റും പല കാരണങ്ങളാൽ സ്പോൺസർഷിപ്പ് മാറ്റാൻ തയ്യാറല്ലാത്തതും സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളുകൾ നേരിടുന്ന പ്രതിസന്ധിയാണ്. സൗദിയിലെ വിദേശികളുടെ കുട്ടികൾ പഠിക്കുന്ന സ്വകാര്യ സ്കൂളുകളിൽ നല്ലൊരു ശതമാനം കുടുംബിനികളും അല്ലാത്തവരുമായ അധ്യാപികമാരാണ് സേവനം ചെയ്തു വരുന്നത്. പുതിയ നിയമം ഇത്തരം സ്കൂളുകളുടെ നടത്തിപ്പിനെ തന്നെ സാരമായി ബാധിക്കും. നിയമപരമായി സ്കൂൾ നടത്തിപ്പിനുള്ള ചിലവ് കണ്ടെത്താൻ ഫീസ് വർദ്ധിപ്പിക്കേണ്ട അവസ്ഥ നിലനിൽക്കെ അധ്യാപക പ്രതിസന്ധി കൂടി നേരിടുമ്പോൾ സ്കൂൾ നടത്തിപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. എന്നാൽ മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത കുടുംബിനികളും മറ്റും ചുരുങ്ങിയ വേതനത്തിന് സേവനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചിലവ് കൂടുമെങ്കിലും യോഗ്യതയുള്ളവരും സ്കൂൾ വിസയിലുള്ളവരുമായ അധ്യാപികമാരുടെ സേവനമാണെന്നാണ് നല്ലൊരു ശതമാനം രക്ഷിതാക്കളുടെയും അഭിപ്രായം. മീഡിയ 1, ജിദ്ദ. കുവൈത്ത് വ്യവസായിയെ ഫിലിപ്പീൻസിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. അഹമ്മദ് അൽ കന്ദരി എന്ന കുവൈത്ത് സ്വദേശിയെയാണ് ഫിലിപ്പീൻ സന്ദർശന വേളയിൽ തട്ടിക്കൊണ്ടുപോയതായി കരുതപ്പെടുന്നത്. ഇന്ത്യൻ പടക്കപ്പലുകൾ കുവൈത്ത് തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഉഭയകക്ഷി സൗഹൃദം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നാവികസേനയുടെ INS മൈസൂർ, INS തർക്കഷ് എന്നീ കപ്പലുകൾ കുവൈത്തിലെത്തുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS മൈസൂർ, INS ടർക്കാഷ് എന്നീ കപ്പലുകളാണ് ഈ മാസം 10-ന് കുവൈത്തിലെത്തുന്നത്. ഷുവൈക്ക് തുറമുഖത്ത് നങ്കൂരമിടുന്ന കപ്പലുകൾ സന്ദർശിക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്കും തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കും അവസരമുണ്ടായിരിക്കും. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 13-ന് കപ്പലുകൾ കുവൈത്ത് തീരം വിടുമെന്നും കുവൈത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 1999 ജൂൺ 2-ന് കമ്മീഷൻ ചെയ്യപ്പെട്ട INS മൈസൂറിന്റെ സേവനം വഴിയായിരുന്നു 2011-ൽ ലിബിയയിൽ നിന്നും ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചത്. റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട INS തർക്കാഷ് 2010 ജൂൺ 23-ന് നീറ്റിലിറക്കിയെങ്കിലും 2 വർഷം കഴിഞ്ഞാണ് ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത്. മീഡിയ 1, കുവൈറ്റ്. ഈജിപ്തിനുള്ള പിന്തുണ കൂടുതൽ ശക്തമായി തുടരുമെന്ന് UAE വ്യക്തമാക്കി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ കൈറോയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആദിൽ മൻസൂറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈജിപ്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെയും ജാഗ്രതയോടെ നേരിടണമെന്നും പ്രതിസന്ധി മറികടക്കാനുള്ള യജ്ഞത്തിൽ ഈജിപ്ത് സ്വീകരിച്ച മുഴുവൻ നടപടികൾക്കും തങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും അബുദാബി കിരീടാവകാശി അറിയിച്ചു. നിതാഖാത്ത് ഇളവ് കാലം അവസാനിക്കാൻ ഇനി 2 മാസം മാത്രം. ഇന്ത്യൻ എംബസി സംഘം സൗദി തൊഴിൽ സഹമന്ത്രിയുമായി റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. തൊഴിൽ നിയമങ്ങളിൽ പ്രഖ്യാപിച്ച ഇളവ് കാലാവധി അവസാനിക്കാൻ 2 മാസം മാത്രം ബാക്കിയായിരിക്കെയാണ് ഇന്ത്യൻ അംബാസിഡർ ഹാമിദ് അലി റാവുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസി സംഘം സൗദി തൊഴിൽ സഹമന്ത്രി ഡോക്ടർ മുഫ്രിജ് സാദ് അൽ ഹഖ്ബാനിയുമായി റിയാദിൽ കൂടിക്കാഴ്ച നടത്തിയത്. പദവി ക്രമീകരണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും സംഘം സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആദ്യ ഇളവ് കാലം പ്രഖ്യാപിച്ചതിനു ശേഷം ഹുറൂബായവരുടെയും ഇഖാമ കാലാവധി കഴിഞ്ഞവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും സംഘം ആരാഞ്ഞതായാണ് അറിയുന്നത്. സ്പോൺസർഷിപ്പ് മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ സ്പോൺസർമാർ തൊഴിലാളികളോട് പണം ആവശ്യപ്പെടുന്നതും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതായാണ് സൂചന. നിയമ പ്രായോഗിക തലങ്ങളിൽ അവശേഷിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വീണ്ടും ഇന്ത്യൻ വളണ്ടിയർമാരുടെ യോഗം വിളിക്കുമെന്ന് സംഘത്തിലുണ്ടായിരുന്ന DCM CB ജോർജ് അറിയിച്ചു. സൗദി തൊഴിൽ മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന പുതിയ ആവശ്യങ്ങളോടും അനുഭാവപൂർണമായ പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ തൊഴിലാളികളുടെ പദവി ശരിയാക്കലുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളുടെ വിലയിരുത്തലും ഭാവി പരിപാടികളെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്തിക്കൊണ്ട് റിയാദിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ച ഇനിയും രേഖകൾ ശരിപ്പെടുത്താൻ കാത്തിരിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. സൗദിയിലെ നിതാഖാത്ത് ആനുകൂല്യം ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത ജിദ്ദ ഷറഫിയ പാലത്തിനടിയിൽ കഴിഞ്ഞിരുന്ന 8 പേർക്ക് OICC ഷറഫിയ കമ്മിറ്റിയുടെ സ്വപ്നയാത്രാ പദ്ധതിയിലൂടെ വിമാന ടിക്കറ്റ് വിതരണം ചെയ്തു. ജോയി ആലുക്കാസ്, ജിദ്ദ മാർക്കറ്റിംഗ് മാനേജർ ബോബി തോമസ്, ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ജലീൽ കണ്ണമംഗലം, OICC ഭാരവാഹികളായ KM ഷെരീഫ് കുഞ്ഞ്, AP കുഞ്ഞാലി ഹാജി, KTA മുനീർ തുടങ്ങിയവർ ടിക്കറ്റുകൾ വിതരണം ചെയ്തു. വെൽഫെയർ കമ്മിറ്റി കോർഡിനേറ്റർ താഹിർ ആമയൂർ നേതൃത്വം നൽകി. UAE ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും അബുദാബി ക്രൗൺ പ്രിൻസുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ തന്റെ ഈജിപ്ത് യാത്ര അവസാനിപ്പിച്ച് ഇന്ന് മടങ്ങി. ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ മേഖലയിലെ പ്രശ്നങ്ങൾ നയതന്ത്രജ്ഞരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. UAEയും ഈജിപ്തുമായുള്ള ബന്ധം നേരത്തെ തന്നെ ശക്തമായിരുന്നെന്ന് അദ്ദേഹം വ്യക്തമാക്കി.